മക്കളെ. അപ്പോ ഇതാ നോക്കിക്കേ, നമ്മൾ അപ്പൊ ഇനി നമ്മുടെ ആ ബോക്സിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോവാണേ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ഈ പറഞ്ഞ അത്രയും? ഓക്കെ അല്ലേ? നോക്കിക്കോളൂ. നമ്മളപ്പോ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊണേറേനെയാണ്. ഓക്കെ, മൊണേറയെ സംബന്ധിച്ചിട്ട് മൊണേറ എന്ന് പറയുന്നത് ഒരു പ്രോക്കറിയോട്ടിക് ആയിട്ടുള്ള ആളാണ്. അതായത് അവരുടെ സെൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രോക്കറിയോട്ടിക് ആണ്. ഓക്കെ, അതായത് നമ്മളെ പോലെ ഉള്ളവരല്ല അല്ലെ. അവരെന്തില് വരുന്നതായിരിക്കും? അവർ മോസ്റ്റ് പ്രോബബ്ലി മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കും. അവർ വളരെ ബേസിക് ആയിട്ടുള്ള ഓർഗാനിസംസുകളായിരിക്കും. വളരെ ചെറിയ ബോഡി പോസ്ചറും ബോഡി കോമ്പോസിഷനൊക്കെ ഉള്ളവരായിരിക്കും. പിന്നെ ഇവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? സെല്ലുലോസ് വെച്ചിട്ടായിരിക്കോ? സെല്ലുലോസ് വെച്ചിട്ടായിരിക്കില്ല. കാരണം എന്താണ്? ഇവർക്ക് അങ്ങനെ പറയത്തക്ക ഒരു ബോഡി സ്ട്രക്ചറോ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു സെല്ല് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിൽ കൂടുതലായിട്ട് അതിൻ്റെ ഉള്ളില് ഒരു ന്യൂക്ലിയസോ അല്ലെങ്കിൽ ഒരു മൈറ്റോകോൺട്രിയയോ അല്ലെങ്കിൽ ഗോൾഗി ബോഡീസോ അല്ലെങ്കിൽ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലോ അങ്ങനെ ഒന്നും തന്നെ, വാക്യൂളോ ലൈസോസോമോ അങ്ങനെ വലിയ പറയത്തക്ക സെൽ ഓർഗനൈസുകളൊന്നും ആർക്കും തന്നെ ഉണ്ടാവില്ല. മൊണേറയില് ഉണ്ടാവത്തില്ല. പിന്നെ അപ്പോ അവർ പ്രോക്കറിയോട്ടാണ്. നോൺ സെല്ലുലോയിക് ആയിട്ടുള്ള ബോഡി ബോഡി കവറിങ് അല്ലെങ്കിൽ ബോഡി സെൽ വോൾ ആയിരിക്കും അവർക്ക് ഉണ്ടായിരിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലേ, സെല്ലിൽ പ്രത്യേകിച്ച് ന്യൂക്ലിയസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് തന്നെ അവരുടെ സെല്ലിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു ന്യൂക്ലിയസും ഇല്ല. ആ ന്യൂക്ലിയസിന് വേണ്ടിയിട്ടുള്ള ഒരു മെമ്പറൈൻ കവറിങ്ങും എന്തുണ്ടാവില്ല ഈ പറയുന്ന മൊണേറയിൽ വരുന്ന ഓർഗാനിസംസിന് ഉണ്ടാവത്തില്ല. ഓക്കെ, പിന്നെ ഇവരുടെ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് സെല്ലുലാർ ഓർഗനൈസേഷൻ. ജസ്റ്റ് ഒരു സെല്ല് വെച്ചിട്ട് മാത്രമേ ഇവരെന്ത് ചെയ്തിട്ടുള്ളൂ? മെയ്ഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷന്റെ പ്രകാരം അല്ലെങ്കിൽ ഇവരുടെ ബോഡി ന്യൂട്രീഷൻസുകളുടെ പ്രകാരം ഈ പറയുന്ന മൊണേറകള് ഓട്ടോട്രോഫിക് ആയിരിക്കും. ഓട്ടോട്രോഫിക് എന്ന് വെച്ചാൽ അവർക്ക് സ്വന്തമായി ഭക്ഷണം കണ്ടെത്താനുള്ള കഴിവുള്ള ആൾക്കാരാണ് ആര്? ഓട്ടോട്രോഫിക് എന്ന് പറയുന്നത്. അതിൽ തന്നെ അവര് കീമോ ഓട്ടോട്രോഫിക് ആൻഡ് ഫോട്ടോ ഓട്ടോട്രോഫിക്. അതായത് അവരുടെ ബോഡിയിൽ നിന്നുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ കീമോജൻസുകൾ വെച്ചിട്ട് അവർക്ക് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ഉണ്ടാക്കി തന്നെ കൺസ്യൂം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതായത് അവർക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും ദേ ക്യാൻ കൺസ്യൂം ദെയർ ഓൺ ഫുഡ്. ഓക്കെ, പിന്നെ പറയുന്നേ, അവര് ഹെട്രോട്രോഫിക്, അതായത് ചിലവര് ഹെട്രോട്രോഫിക്കുകളായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവും. അതിൽ തന്നെ ചിലവര് സാപ്രോഫൈറ്റുകളും അതുപോലെ തന്നെ പാരാസൈറ്റിക്കുമായിരിക്കും. അതായത് ഭയങ്കര അവസ്ഥയിൽ, അതായത് ഭയങ്കര എക്സ്ട്രീം കണ്ടീഷൻസിൽ ആർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ പ്രോക്കറിയോട്ടിക് ആയിട്ടുള്ള നോൺ സെല്ലുലോയിക് ആയിട്ടുള്ള ന്യൂക്ലിയർ മെമ്പറൈൻ ഇല്ലാത്തവരായിട്ടുള്ള സെല്ലുലാർ ബോഡി ഓർഗനൈസേഷനുള്ള മൊണേറകൾക്ക് പറ്റും. എന്ത് പറ്റും? സാപ്രോഫൈറ്റിക് ആണ്. അവർക്ക് വലിയ വലിയ കണ്ടീഷൻസ്, അതായത് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ചൂട്, തണുപ്പ്, ഉപ്പ് സ്ഥലം, pH കൂടി, അങ്ങനെ ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ ജീവിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ആര്? ഈ പൊടിയന്മാരായിട്ടുള്ള മൊണേറകൾ. ഓക്കെ, നോക്കിക്കേ, അടുത്ത ആളെ നോക്കിക്കേ, പ്രൊട്ടിസ്റ്റ. പ്രൊട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ലെവല് കൂടി. ഓക്കെ, മൊണേറ എന്ന് പറയുമ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ബാക്ടീരിയ, അതുപോലെ കുഞ്ഞു ഓർഗാനിസംസ് ഇല്ലേ, അവരാണ്. അതേസമയം നമ്മുടെ പ്രൊട്ടിസ്റ്റുകൾ എന്ന് പറയുമ്പോഴേക്കും കുറച്ചും കൂടി വലിയ ആൾക്കാരാണ്. നമ്മുടെ ബുൾസൈ പോലെ ഇരിക്കുന്ന നമ്മുടെ അമീബ ചേട്ടൻ, അമീബ. അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പ് പോലെ ഇരിക്കുന്ന പാരാമീസിയം, ഇങ്ങനെ നൂല് പോലെയുള്ള ആൾക്കാര്. പിന്നെ ആരാ? ഐസൈറ്റ് ഒക്കെ ഉള്ള നമ്മുടെ നല്ല മുടിയൊക്കെ ഉള്ള നമ്മുടെ യൂഗ്ലീന. ഓക്കെ, ഇത്രയും പേരാണ് എവിടെ വരുന്നത്? നമ്മുടെ പ്രൊട്ടിസ്റ്റയിൽ വരുന്നത്. അപ്പോ പ്രൊട്ടിസ്റ്റേനെ സംബന്ധിച്ച് അവര് നമ്മളെ പോലത്തെ സെൽ ആൾക്കാരാ, യൂക്കറിയോട്ടിക് സെൽസുകളാണ്. അവർക്ക് പിന്നെയും എന്ത് ചെയ്യാൻ പറ്റും? ഡിവൈഡ് ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് സെൽ കോമ്പോസിഷൻ അല്ലെങ്കിൽ സെൽസ് ആണ് ആർക്കുള്ളത്? നമ്മുടെ പ്രൊട്ടിസ്റ്റകൾക്കുള്ളത്. ചില ഓർഗാനിസംസുകൾ എന്ത് കാണിക്കും?
സെൽ വോൾ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ പ്രൊട്ടിസ്റ്റയിൽ വരുന്ന ഓർഗാനിസംസ് ചിലവർക്ക് എന്തുണ്ടാവും, സെൽ വോൾ ഉണ്ടാവും. അല്ലാത്തവർക്ക് എന്തായിരിക്കും, സെൽ മെംബ്രെയിനുകളായിരിക്കും, നമ്മുടെ കോശപാടകളായിരിക്കും ഉണ്ടാവുക. ചിലവർക്ക് എന്താണ് കോശമതിൽ അഥവാ അതിർത്തി വരമ്പ് അവർക്ക് ഉണ്ടാകും. ഓക്കെ, പിന്നെ എന്താണ്, ഇവരുടെ ബോഡി എന്താ, സെല്ലുലാർ ബോഡി ആയിരിക്കും അല്ലേ. അപ്പൊ പ്രൊട്ടിസ്റ്റ എന്ന് പറയുമ്പോൾ യൂക്കറിയോട്ടിക് ആയിട്ടുള്ള ചില ഓർഗാനിസംസ്, അതായത് പ്രൊട്ടിസ്റ്റയിലെ തന്നെ ചില ഓർഗാനിസംസിന് എന്തുണ്ടാവുള്ളൂ, സെൽ വോൾ ഉണ്ടാകത്തുള്ളൂ. പിന്നെ എന്താണ്, അവരും ഇതുപോലെ ഓട്ടോട്രോഫിക്കുമാണ് ഹെറ്ററോട്രോഫിക്കുമാണ്. എന്താ, അവർക്ക് തന്നെത്താനെ ഭക്ഷണം കഴിക്കാം, അതുപോലെ തന്നെ മറ്റുള്ളവർ ആശ്രയിക്കുന്ന കൂട്ടരും ഇതിൻ്റെ അകത്തുണ്ട്, ഇല്ലേ, ഉണ്ടാവത്തില്ലേ, ശരിയല്ലേ. ഓക്കെ, അപ്പൊ ഇവര് ചിലപ്പോ ഒരു തനതാനെ ഭക്ഷണം, ഇവിടെ ഭക്ഷണമുണ്ട്, ഇങ്ങനെ അമീബയ്ക്ക് ഇങ്ങനെ നീങ്ങി എൻഗൾഫ് ചെയ്ത് പ്ലാസ്മോഡിയം വെച്ച് എൻഗൾഫ് ചെയ്ത് ഫുഡ് കഴിക്കൂലേ. പക്ഷെ ചിലവരെന്താണ്, എനിക്കൊന്നും മേല എന്ന് കരുതി വല്ല പാരസൈറ്റുകളായിട്ട് അവരെവിടെ എന്ത് ചെയ്യും, അവരവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നിട്ട് ഹെറ്ററോട്രോഫിക് ആയിട്ട് കണ്ടീഷൻ മടിയന്മാര് ആരെങ്കിലും ഒക്കെ ആശ്രയിച്ച് ഭക്ഷണം കഴിക്കുന്ന പ്രൊട്ടിസ്റ്റകളും ഉണ്ട്. ഓക്കെ, അടുത്ത ആളാണ് ആര്, നമ്മുടെ ഫംജി അഥവാ ഫംഗി. ഓക്കെ, ഫംഗി അല്ലെങ്കിൽ ഫംജൈനെ സംബന്ധിച്ചിട്ട് ഇവരെന്ന് പറഞ്ഞാല് യൂക്കറിയോട്സുകൾ തന്നെയാണ്. പക്ഷേ ഇവരുടെ ബോഡിയിൽ എന്താ ഉള്ളത്, സെൽ വോൾ ആണ് ഉള്ളത്. നോക്കിക്കേ, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ഇവിടെ ചിലവർക്ക് സെൽ വോൾ പ്രോപ്പർട്ടി കാണിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വിട്ടേക്കൂ. ഇവരെ നോക്കിക്കേ, ഇവരുടെ ബോഡിയിൽ എന്താ, ഇവരുടെ ബോഡിയിൽ സെല്ലുലോസ് അല്ല എന്നാണ്. അതിനർത്ഥം എന്താ, കുറെ ഓർഗാനിസംസുകൾക്ക് അവരുടെ സെൽ മെമ്പറൈൻ അല്ലെങ്കിൽ സെൽ കവറിങ് എന്തായിരിക്കും, സെല്ലുലോസ് ആയിട്ടുള്ള ഹെമി സെല്ലുലോസ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അങ്ങനെ അല്ലാത്ത ഒരു കൂട്ടരാണ് ആര്, നമ്മുടെ കൈറ്റിൻ എന്ന് പറയുന്നത്. നമ്മുടെ ഫംഗിനെ സംബന്ധിച്ച് അവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത്, അവരുടെ ബോഡി കവറിങ് അല്ലെങ്കിൽ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ വെച്ചിട്ടാണ്. പിന്നെ ഇവർക്ക് എന്തുണ്ട്, ഇവർക്ക് നല്ലൊരു പ്രോപ്പർ സെല്ലുലാർ സിസ്റ്റം ആയതുകൊണ്ട് ഇവർ ഓൾറെഡി യൂക്കറിയോട്സുകളാണല്ലോ. അപ്പൊ എന്തായാലും ഇവർക്ക് ഡിവിഷൻ ഒക്കെ നടക്കുമല്ലോ. അനങ്ങാതിരിക്കൂ. ഓക്കെ, ഓൾറെഡി ഇവർക്ക് ഡിവിഷനും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അപ്പൊ ഈ സെല്ലിന്റെ ഉള്ളിൽ ആരുണ്ടെന്നാ പറഞ്ഞേ, സെൽ ഒന്നാമത് എന്താ, യൂക്കറിയോട്സ് ആണ്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാനുള്ള കഴിവുണ്ട്, ഇവർക്ക് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവ് ഇവരുടെ ബോഡിയിൽ ഉണ്ടല്ലേ. അതുപോലെ തന്നെ ഇവരുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ എന്ന് പറയുന്ന ആളെ വെച്ചിട്ടാണ്. ഈ കൈറ്റിൻ നമ്മുടെ വേറെ കുറെ ആൾക്കാർക്കൊക്കെ ഉണ്ട്. നമ്മുടെ തോടുകളുള്ള ആൾക്കാര്, ചെമ്മീൻ, അതുപോലെ തന്നെ ഞണ്ട്, ഇവരൊക്കെ എന്ത് വെച്ചിട്ടുണ്ട്, ക്രാബ്, പ്രോൺസ് ഒക്കെ ഇല്ലേ, അവരൊക്കെ ഈ പറയുന്ന കൈറ്റിൻ മെയ്ഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ ഫഞ്ചിക്ക് ആ ഒരു മുറുമുറുപ്പ് ഈ പറയുന്ന കൈറ്റിന്റെ പ്രസൻസ്, റബ്ബറി ആവൂലേ പെട്ടെന്ന്. ഇപ്പൊ കൂടൊക്കെ കുറെ വേവിച്ചിട്ട് അല്ലെങ്കിൽ കുറെ നേരം ചൂടാക്കി കഴിഞ്ഞ് നമ്മൾ തണുപ്പോട് കഴിക്കുമ്പോൾ ചിലപ്പോൾ അത് ഇത്തിരി റബ്ബറി ആയിപ്പോ. അതെന്തുകൊണ്ടിട്ടാ, ഈ ഒരു കൈറ്റിന്റെ ഒരു സംഭവം കൊണ്ടിട്ടാ. പിന്നെ നോക്കിക്കേ, മൾട്ടി സെല്ലുലാർ ആൻഡ് ലൂസ് ആയിട്ടുള്ള ടിഷ്യൂസുകളായിരിക്കും ഫഞ്ചി എന്ന് പറയുമ്പോൾ ഈ കൂണ് മാത്രമല്ല നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരണ്ടേ. ഫഞ്ചി എന്ന് പറയുമ്പോൾ പല ഇതുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ റെപ്രസെന്റേഷൻ നിങ്ങൾക്ക് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോ ഇവരെ സംബന്ധിച്ച് ഇവരെന്താണ്, യൂക്കറിയോട്സ് ആണ്. അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ആണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് സെൽസുകൾ ചേർന്ന് ഒരു വലിയൊരു ഫോംഡ് ആയിട്ടുള്ള ഒരാളായിട്ട് ഇവർ മാറും അല്ലേ. പിന്നെ ഈ ഫംഗിയിലൊക്കെ നോക്കി ഇങ്ങനെ കുറെ അറകളും അതുപോലെ ഇങ്ങനെ കൊട പോലെ ഇങ്ങനെ കുറെ ലെയേഴ്സുകളൊക്കെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ്, അവർ മൾട്ടി സെല്ലുലാർ ആണ്. വളരെ ലൂസ് ആയിട്ടുള്ള ടിഷ്യൂസ് വെച്ചിട്ടാണ് ആരുണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ഫംഗി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്, ഇവരും ഹെറ്ററോട്രോഫിക്കും അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക്കുമായിട്ടുള്ള പാരാസൈറ്റുകളാണ്. കണ്ടില്ലേ, ഇവർക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും മണ്ണിൽ നിന്നാണ് ഇവർ കിളിർത്ത് വന്നേ അല്ല. അവർക്ക് അപ്പോഴും അവർക്ക് ഷെൽട്ടറിനും അവിടെ ആരെ വേണം, നമ്മുടെ മരച്ചേട്ടനെ വേണം. നമ്മുടെ ട്രീസിലൊക്കെയാണ് പൊതുവെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പറ്റി കിട്ടിയാൽ മതി, എവിടെയെങ്കിലും ഒരു ഇറുപ്പം കിട്ടിയാൽ അവർ അപ്പം അവിടെ നിന്ന് ഇങ്ങനെ മുളച്ചല്ല പൊന്തുന്നേ, ഇങ്ങനെ പിടിച്ചു പൊന്തും. ഓക്കെ, അപ്പൊ അവര് ഹെറ്ററോട്രോഫിക് ആണ്. അതുപോലെ തന്നെ സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പാരാസൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്, ഈ പറയുന്ന ഫംഗി എന്ന് പറയുന്നത്. അതുകൊണ്ടിട്ടാണ് നമ്മൾ പൊതുവെ ഇപ്പൊ
ഇടി വെട്ടുമ്പോ പിറ്റേ ദിവസം പറമ്പിലൊക്കെ കൂണ് മുളച്ചു വരാന്ന് പറയും. അപ്പോ ശരിക്കും അങ്ങനെ കഴിക്കാം, ബട്ട് അങ്ങനെ കഴിച്ച് അലർജിക് അല്ലാത്തവർ മാത്രം അത്തരത്തിലുള്ള ഫുഡ് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യുക. അതർവൈസ് നിങ്ങൾ അത് മാക്സിമം നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. ഓക്കെ, കൂണുകൾ എപ്പോഴും എന്താ അലർജിക് ആയിരിക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നല്ലൊരു അന്തരീക്ഷത്തില് നിങ്ങൾ ഇപ്പൊ കൂണൊക്കെ സിമ്പിൾ ആണല്ലേ, മഷ്റൂം കൾട്ടിവേഷൻ ഒക്കെ വീട്ടിൽ തന്നെ ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ ഈ ഒരു ഇപ്പൊ എന്താ പറയാ കുറച്ച് ഒരു എന്താ പറയാ ഒരു മേശയില് നമ്മുടെ ടേബിള്, ആ ടേബിളിന്റെ അടിയിലെ പോർഷനിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം നല്ല രീതിയിൽ കൂൺ കൃഷി അഥവാ മഷ്റൂം കൾട്ടിവേഷൻ നിങ്ങൾക്ക് വളരെ പോസിബിൾ ആക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. അപ്പൊ നോക്കിക്കേ, അവര് ഹെട്രോട്രോഫിക് ആണ്, സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പാരാസൈറ്റുകളാണ്. എന്താണ്? പാരാസൈറ്റുകളാണ്. ഇനി നോക്കിക്കേ, അടുത്ത ആളാണ് ആര്? നമ്മുടെ പ്ലാന്റേ. ആരാണ്? പ്ലാന്റേ. ഓക്കെ, അപ്പോ പ്ലാന്റേനെ സംബന്ധിച്ച് ഏകദേശം നമ്മളെ പോലെ തന്നെയുള്ള ഒരു കൂട്ടരാണ് അല്ലെ, ഓൾമോസ്റ്റ് കേട്ടോ, എല്ലാം കൊണ്ടും അല്ല, ചെറിയ രീതിയിൽ. കാരണം എന്താ, അവര് യൂക്കറിയോട്ടിക് ആണ്. ഓക്കെ, അവര് യൂക്കറിയോട്ടിക് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ അവരുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബോഡിയുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ്. നമ്മൾ നേരത്തെ നോക്കിയ നമ്മുടെ ഫംഗയുടെ കേസ് എന്തായിരുന്നു? കൈറ്റിനായിരുന്നു അല്ലെ. കൈറ്റിൻ വെച്ചിട്ടാണ് അവരുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ നമ്മുടെ മഷ്റൂമിന്റെ കേസിൽ, പക്ഷെ നമ്മുടെ പ്ലാന്റേ കിണ്ടത്തിന്റെ കേസിൽ എങ്ങനെയാണ്? അവര് സെല്ലുലോസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്തുണ്ട്? ഇത് നമ്മുടെ ന്യൂക്ലിയസ് കേട്ടോ. ന്യൂക്ലിയസിന് ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ആരുണ്ട്? ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ട്. എന്തുകൊണ്ട്? ന്യൂക്ലിയർ മെമ്പറൈൻ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഇതാ നമ്മൾ ഇച്ചിരി കൂടി ഡെൻസ് ആയല്ലേ. ഇതേ നോക്കിക്കേ, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പോയി. എന്താ നോക്കിയേ, മൊണേറയുടെ കേസിൽ എന്താ? അവര് പ്രോക്കരിയോട്ടിയാ, അവര് പ്രോക്കരിയോട്സാ. അപ്പൊ അവർ അത്രമേൽ ചെറിയ ആൾക്കാരാണ് ആര്? മൊണേറ എന്ന് പറയുന്നത്. പിന്നെ എന്താ, ഇവരുടെ ബോഡി സെല്ലുലോസും അല്ല, പ്രത്യേകിച്ച് ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തില്ല? പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയർ മെമ്പറൈനോ അല്ലെങ്കിൽ സെല്ല് തന്നെ ഇല്ല അല്ലെ. അപ്പൊ അതായത് ഒറ്റ സെല്ലേ ഉള്ളൂ. അപ്പൊ സെൽ ബോഡി കോമ്പോസിഷൻ ഒക്കെ, ഓർഗനൈസേഷൻ ഒക്കെ വളരെ എന്താണ്, വിരളമായിട്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടിട്ട് തന്നെ അവരുടെ കാര്യം നോക്കി അവർ തരത്താരെ ഭക്ഷണം കണ്ടെത്തുന്ന ഒരു ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരാണ് ആര്? നമ്മുടെ മൊണേറ എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, നമ്മുടെ അടുത്ത ആളായപ്പോ പ്രൊട്ടിസിയപ്പോ ഇച്ചിരി കൂടെ വലുതായി. അവരിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത് തന്നെ? യൂക്കറിയോട്സുകൾ തുടങ്ങുന്നത് തന്നെ അല്ലെ. യൂക്കറിയോട്സുകൾ തുടങ്ങുന്നത് തന്നെ അവരിൽ നിന്നാണ്. അപ്പൊ ഇച്ചിരിയും കൂടി വലുതായിട്ടുള്ള പക്ഷെ ബാക്ടീരിയ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിരുന്നു. ഇവരാകുമ്പോ പിന്നെ ഉണ്ടല്ലോ മക്കളെ, വൈറസ് ഇല്ലേ. വൈറസ് നമ്മൾ പറയാത്തെന്ന് വെച്ചാൽ, വൈറസിനെ സംബന്ധിച്ച് വൈറസിന് അങ്ങനെ പറയത്തക്ക ക്ലാസിഫിക്കേഷൻ നടത്താൻ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ടിട്ടാണ് കേട്ടോ നമ്മൾ വൈറസിനെ പറ്റിയിട്ട് അധികം എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ ബാക്ക് ടു ദ ടോപ്പിക്. നമ്മൾ പ്രൊട്ടിസ്റ്റ് ആകുമ്പോൾ കുറച്ചും കൂടെ യൂക്കറിയോട്ടിക്, ഇച്ചിരിയോടെ വലുതായി. നമ്മുടെ അമീബ, അതുപോലെ തന്നെ യൂഗ്ലീന, പിന്നെ ആരാ? നമ്മുടെ പാരാമേസിയം. ഇതൊക്കെ എന്തിൽ വരുന്നതാ? പ്രൊട്ടിസ്റ്റ് ആയപ്പോ ഇച്ചിരിയും കൂടെ വലുതായി, ഇച്ചിരി കൂടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് നമ്മൾ എത്തി. അതുകൊണ്ട് തന്നെ ചില ഓർഗാനിസംസുകൾ എന്ത് കാണിക്കുന്നുണ്ട്? സെൽ വോൾ കോമ്പോസിഷൻ അല്ലെങ്കിൽ സെൽ വോളിന്റെ ഒരു പ്രോപ്പർട്ടി, അവർക്കൊരു പറയത്തക്ക ഒരു നല്ല കട്ടിയുള്ള ഒരു ബോഡി കവറിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു തുടങ്ങി. പിന്നെന്താ? ന്യൂക്ലിയർ മെമ്പറൈനുകൾ അവരുടെ ബോഡിയിൽ പ്രസന്റ് ആയിരിക്കും. പിന്നെ അവർക്കൊരു നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള എന്തുണ്ടാവും? ഒരു സെല്ലുലാർ ബോഡി ഉണ്ടാവും. ചിലപ്പോൾ അതിൽ എല്ലാ ഓർഗനൈസുകളും കമ്പൽസറി ആയിട്ട് ഉണ്ടാവണമെന്നില്ല, എങ്കിൽ പോലും അവർക്കൊരു സെല്ലുലാർ ബോഡി ഉണ്ട്. പിന്നെ എന്താണ്? അവർ ഓട്ടോട്രോഫിക് ആൻഡ് ഹെട്രോട്രോഫിക്കുകളായിരിക്കും. ചിലവര് ആശ്രയിക്കുന്നവരുണ്ട്, ചിലവര് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളവരുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഫംഗയിലോട്ട് എത്തി അല്ലെ. അപ്പൊ ഇങ്ങനെ ഇരുന്ന ആൾക്കാരിൽ നിന്നും പോകൂ. ഓക്കെ, ഇങ്ങനെ ഇരുന്ന ആൾക്കാരിൽ നിന്നും പിന്നെ നമുക്ക് എന്തുണ്ടായി? ഒരു അമീബേനെ കിട്ടി. അമീബയിൽ നിന്നും പിന്നെ നമുക്കിപ്പോ എവിടെയാ നമ്മ എത്തി നിൽക്കുന്നേ? നമ്മുടെ ഫഞ്ചി അല്ലേ. ഫഞ്ചി കണ്ട വലുതായി വരുക. ഫഞ്ചിയിൽ നിന്നും
ഫഞ്ചയിൽ നിന്നും കഴിഞ്ഞു പിന്നെ നമ്മൾ അടുത്തത് ആരിലേക്ക് എത്തി? നമ്മുടെ പ്ലാന്റ് വരെ എത്തി അല്ലേ? അപ്പൊ നിങ്ങൾ ഇത് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പഠിക്കുക. ഓക്കെ, പ്രോകരിയോട്ടിക് ആയ ചെറിയ ആൾക്കാരിൽ നിന്നും യൂക്കരിയോട്ടിക് ആയിട്ടുള്ള വലിയ ആൾക്കാരിലേക്ക് എത്തി. അവിടെ നിന്ന് കുറച്ചും കൂടെ യൂക്കരിയോട്ടിക് ആയിട്ടുള്ള ഇച്ചിരി കൂടെ വലിയ ആളിലേക്ക് എത്തി. അവിടെ നിന്ന് പിന്നെ ഇച്ചിരിയും കൂടി വലിയ ആളായ പ്ലാന്റ്സുകളിലേക്ക് എത്തി അല്ലേ? പ്ലാന്റ്സിൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുവാണ് അല്ലേ? പ്ലാന്റ്സുകൾ എന്ന് പറയുമ്പോൾ ഇവിടേക്ക് ജസ്റ്റ് സെൽസിന്റെ കേസ് പറഞ്ഞോളൂ. ഇങ്ങോട്ട് എത്തിയപ്പോ പുതിയൊരു വേർഡ് വന്നത് കണ്ടോ? ടിഷ്യൂ ഓർ ഓർഗൻ. എന്താണ് ടിഷ്യൂ ഓർ ഓർഗൻ? ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സെൽസുകളുടെ ഒരു കൂട്ടമാണ് എന്ത് ടിഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ന്യൂട്രിയൻസും എല്ലാം എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ടിഷ്യൂ വഴിയാണ് അല്ലേ? അപ്പൊ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലേക്ക് കളയുന്നത് ആരാണ്? നമ്മുടെ ടിഷ്യൂ ആണ്. അപ്പൊ ഈ ടിഷ്യൂസുകൾ ഒരുമിച്ച് ചേർന്നിട്ടല്ലേടാ ഇങ്ങനെ നമ്മുടെ സ്റ്റൊമക്കും അതുപോലെ തന്നെ പിന്നെ എന്തൊക്കെയാ നമ്മുടെ കിഡ്നീസുകളൊക്കെ ഉണ്ടാവുന്നത്? ലങ്സ്, പിന്നെന്താ നമ്മുടെ കിഡ്നീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഈ പറയുന്ന ടിഷ്യൂ ഓർഗനിൽ നിന്നൊക്കെ അല്ലേ? അപ്പൊ പ്ലാന്റ്സുകളിൽ എത്തിയപ്പോഴേക്കും എന്തായി? ടിഷ്യൂ അഥവാ ഓർഗൻ കോമ്പോസിഷൻ വരെ നമ്മളിപ്പോ എത്തി നിന്നു. വലിയ ആൾക്കാരിലേക്ക് നമ്മൾ വന്നു തുടങ്ങി, ഹയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാന്റ്സിലും ഉണ്ട്. പ്ലാന്റ്സ് എന്താണ്? പ്ലാന്റ്സ് ഒരിക്കലും ഹെറ്ററോട്രോഫിക് ആവില്ല. കാരണം എന്താ? പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ റേഷൻ തിന്നുന്നത് അല്ലേ? അപ്പൊ പ്ലാന്റ്സുകൾ ഒരിക്കലും കള്ളന്മാരല്ല. അവര് തന്നെത്താനെ അവരെന്താണ്? അവര് ഫോട്ടോസിന്തസിസ് യൂസ് ചെയ്തിട്ടുള്ള ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ആൾക്കാരെ യൂസ് ചെയ്ത് ഫുഡ് ഉണ്ടാക്കുന്ന വലിയൊരു കിച്ചൺ ആണ് ആര്? നമ്മുടെ പ്ലാന്റ്സുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലാന്റ്സുകൾ എന്ന് പറയുന്നവര് ഓട്ടോട്രോഫിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരൊരിക്കലും ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ആൾക്കാരാണ് ആര്? നമ്മുടെ ആനിമൽസുകളായ ആനിമാലിയ കിങ്ഡത്തിൽ വരുന്ന ആൾക്കാര്. ഇവരെ നോക്കിക്കേ, ഇവരും എന്താണ്? ഇവരെന്താ യൂക്കരിയോട്സ് ആയിരിക്കും അല്ലെ? യൂക്കരിയോട്ടുകളായിരിക്കും. സെൽ വോൾ ഇവർക്ക് ഉണ്ടാവോ? പ്ലാന്റ്സുകൾക്ക് സെൽ വോൾ ഉണ്ട്. നമുക്ക് ആനിമൽസിനും സെൽ വോൾ ഉണ്ടോ? ഇല്ല. നമുക്ക് എന്തേ ഉള്ളൂ? നമുക്കൊരു സെൽ മെമ്പറൈനേ ഉള്ളൂ. എന്താ? സെൽ മെമ്പറൈൻ അല്ലേ? നമുക്ക് സെൽ വോളും ആനിമൽസുകൾക്കൊക്കെ സെൽ വോൾ ആബ്സെന്റ് ആണ്. പിന്നെന്താ? ന്യൂക്ലിയർ മെമ്പറൈൻ പ്രസന്റ് ആണ് അല്ലേ? അതാണ് ഞാൻ മെമ്പറൈൻ അവിടെ പ്രസന്റ് ആണ്. ഓക്കെ, ഇപ്പൊ വേറെ പുതിയൊരു വലിയൊരു പേരും കൂടി വന്നു. എന്താ? ഓർഗൻ സിസ്റ്റം. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്തായിരുന്നു? സെല്ലിന്ന് പല ടൈപ്പ് മൾട്ടി യൂണി പ്രൊക്കാരിയോട്ട് യൂക്കരിയോട്ട് ഉണ്ടാവുന്നു. അവിടെ നിന്ന് ഇച്ചിരിയും കൂടി വലുതായപ്പോ നമ്മൾ എന്ത് പറഞ്ഞു? ടിഷ്യൂ വരെ നമ്മൾ എത്തിയായിരുന്നു അല്ലെ? ടിഷ്യൂവിൽ നിന്നും എന്തുണ്ടാവുന്നു? ഓർഗൻസ്, ലങ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക് ഒക്കെ സ്റ്റൊമക്കായിട്ട് തോന്നുന്നില്ലല്ലോ അത്. ഓക്കെ, വേറെ വരാം കേട്ടാ. ഓക്കെ, എന്റെ കിഡ്നി അടിപൊളിയായിരുന്നല്ലോടാ. ഓക്കെ, അപ്പൊ നമുക്ക് കിഡ്നി അറിയാം. കിഡ്നി ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എവിടെ നിന്നുണ്ടാവുന്ന ഓർഗൻസുകളാണല്ലേ അവര്. അതിൽ നിന്നും പിന്നീട് എന്താ? കുറെ ഓർഗൻസ് ചേർന്നിട്ടുള്ള ഒരു ഓർഗൻ സിസ്റ്റം ആയല്ലേ നമ്മളെ ആനിമൽസുകള് അല്ലെങ്കിൽ നമ്മള് മനുഷ്യന്മാരൊക്കെ എന്താണ്? ഓർഗൻ സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു കിങ്ഡത്തിൽ വരുന്ന ആനിമാലിയ കിങ്ഡത്തിൽ വരുന്ന യൂക്കരിയോട്ടിക് ആയിട്ടുള്ള സെൽ വോൾ ഇല്ലാത്ത ന്യൂക്ലിയർ മെമ്പറൈൻ ഉള്ള ടിഷ്യൂവും ഓർഗൻ സിസ്റ്റവും ഉള്ള നമ്മളാരാ? നമ്മൾ ഹെറ്ററോട്രോഫിക്കുകളാണ് അല്ലെ? കാരണം എന്താ? നമുക്ക് തന്നെത്താനെ ഭക്ഷണം, പച്ചക്കറിയും മീനും അതൊക്കെ തന്നെ നമുക്ക് കുക്ക് ചെയ്ത് തിന്നു. പക്ഷെ നമുക്ക് തന്നെത്താനെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുക, ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുണ്ടോ? ഇല്ല അല്ലെ? അതുകൊണ്ടിട്ട് നമ്മൾ എന്താ? ഹെറ്ററോട്രോഫിക്കുകളാണ്. ഓക്കെ, ചിലത് ഹോളോസോയിസിക് ആണ്, ചിലത് സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, ഹോളോസോയിക്കും സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോ എന്താണ്? ആനിമാലിയ എന്ന് പറയുമ്പോൾ എന്താ? യൂക്കരിയോട്ടിക് ആണ്. സെൽ വോൾ ഉണ്ടോ? ഇല്ല. ന്യൂക്ലിയർ മെമ്പറൈൻ ഉണ്ടോ? ഉണ്ട് അല്ലേ? ഇല്ലേ? പിന്നെന്താണ്? നമ്മൾ ടിഷ്യൂവിൽ നിന്നും ടിഷ്യൂന്ന് ഓർഗൻ ഉണ്ടായ, ഓർഗനിൽ നിന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടായ വലിയൊരു ആൾക്കാരാണ് ആര്? നമ്മളെന്ന് പറയുന്നത്. നമ്മളാണല്ലേ ഹയർ ലെവൽ ഓർഗാനിസംസുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഏതിൽ പെടുന്നതാ? കിങ്ഡം ആനിമാലിയയിൽ പെടുന്ന ആൾക്കാരാണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് ജസ്റ്റ് ആനേനെ കൊടുത്തതേ ഉള്ളൂ. ആന, സിംഹം, പട്ടി, പൂച്ച, മുയല്, കുരങ്ങൻ ഇവരെല്ലാവരും എന്താ? ആനിമൽസിൽ പെടുന്ന ആനിമാലിയ കിങ്ഡത്തിൽ പെടുന്ന ആൾക്കാരാ. അപ്പോ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഈ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മുടെ
സോറി ആനക്കുട്ട. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ പോകൂ, പോകുന്നില്ലടാ. ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മുടെ മുന്നിലോട്ട് വെച്ച് തന്ന ആരാണ്? എവിടെ പോയ ആള്? നമ്മുടെ RS വിക്ടർ എന്ന് പറയുന്ന വലിയൊരു മഹാനാണ്. ഓക്കെ, ഇനിയും ഉണ്ട്. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അടുത്ത ക്ലാസ്സിൽ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടാലോ. അപ്പൊ എന്താണ് ടു കിങ്ഡം, ഫൈവ് കിങ്ഡം. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ക്ലാസ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കാണാം. അപ്പൊ അത്രയും നേരം ഓക്കെ, ബൈ ബൈ, ടാറ്റാ, താങ്ക് യു.